നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളുടെ കണക്കെടുത്താൽ അതൊട്ടും ചെറിയൊരു സംഖ്യയല്ല. പല ആക്രമണങ്ങൾക്കിടയിലും സ്ത്രീകൾ നിസ്സഹായരായി പോകാറുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള പഴുതുകൾ അവിടെ തന്നെ ഉണ്ടാകും. അതിനായി സ്ത്രീകളെ കൂടുതൽ പ്രാപ്തരാക്കാനും അവർക്ക് ധൈര്യം പകരാനുമായി ഇവിടെ ഒരു ട്രെയിനിങ് നടക്കുകയാണ്. ഞാനും ആ ട്രെയിനിങ്ങിന്റെ ഭാഗമാകാൻ പോവുകയാണ്. തൊഴിലിടങ്ങളിലും പൊതുയിടങ്ങളിലും സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്തു ചെയ്യണമെന്നറിയാതെ പതറിപ്പോകാറുമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ധൈര്യം സംഭരിക്കുവാനും സ്വയം ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനുമായി സ്ത്രീകൾക്ക് ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ സെൽഫ് ഡിഫൻസ് ട്രെയിനിങ് ക്ലാസുകളാണ് ആരംഭിച്ചിരിക്കുന്നത്. എല്ലാ ജില്ലകളിലും സ്ത്രീകൾക്കായി ക്ലാസുകൾ സംഘടിപ്പിക്കും. സ്ത്രീകളുടെ സുരക്ഷ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇങ്ങനെയൊരു പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് IG ഹർഷിത ആട്ടല്ലൂരി പറഞ്ഞു. ബെവ്കോയിൽ നമുക്ക് 45% വിമൻ എംപ്ലോയീസ് തന്നെയാണ് ഉള്ളത്. ബെവ്കോയുടെ ഷോപ്സിൻ്റെ സമയം 10 to 9 ആണ്. ഇത് കഴിഞ്ഞിട്ട് ഒരു 10 മണിക്കാണ് ഈ സ്ത്രീകൾ വീട്ടിലേക്ക് പോകുന്നത്. അതല്ലാതെ എല്ലാ ദിവസങ്ങളിലും ജോലിയിലേക്ക് എത്തേണ്ടി വരും. പിന്നെ ഇവിടെ നമുക്ക് ബെവ്കോ ഷോപ്പിൽ ഒരു സമയത്തിൽ ഒരു പ്രത്യേകമായ സാഹചര്യങ്ങളും ഉണ്ടാകാം. ഇത് തടയാൻ വേണ്ടി, റിയാക്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു ദിവസത്തിൻ്റെ പരിശീലനം ജനമൈത്രി പോലീസ്, DIG അജിത ബേഗം, AIG ബാസ്റ്റിൻ സാബു ഇവരുടെ ആധ്വർയത്തിൽ ഇന്ന് എല്ലാം 14 ജില്ലകളിൽ വെച്ച് നടത്തുന്നുണ്ട്. ഈ പരിശീലനം തേടി കഴിഞ്ഞാൽ ഞങ്ങളുടെ വിമൻ എംപ്ലോയീസ്ക്ക് ഒരു നല്ലവിധ ഒരു കോൺഫിഡൻസും പെട്ടെന്ന് ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യണമെന്ന് ഒരു ട്രെയിനിങ് ലഭിച്ചിരിക്കുമെന്നാണ് ഞാൻ ആശിക്കുന്നത്. ചെറിയ പൊടിക്കൈകളിലൂടെ സ്ത്രീകൾക്ക് നേരെ പൊതുയിടങ്ങളിൽ ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. അതിനായി ഓരോ വിദ്യകൾ പറഞ്ഞു നൽകാൻ പോലീസ് സേനയിലെ വിദഗ്ധരുമുണ്ട്. ഇത് വർക്ക് സ്പേസിലെന്നല്ല, സമൂഹത്തിൻ്റെ ഏത് മേഖലയിലായാലും സ്ത്രീകളുടെ സുരക്ഷിതത്വമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അതിനായിട്ട്, അതായത് അപ്രതീക്ഷിതമായിട്ട് വരുന്ന ആക്രമണ സാഹചര്യങ്ങളിൽ അവർക്ക് മറ്റാരുടെയും സഹായം കിട്ടാൻ എന്തായാലും കുറച്ച് വൈകിയേക്കാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ സമയപരിധിക്കുള്ളിൽ തന്നെ അവരുടെ സ്വയരക്ഷ ഉറപ്പാക്കാൻ പറ്റുന്നൊരു ചെറിയൊരു പ്രതിരോധ മുറകളാണ് ഈ ഒരു പരിശീലനത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. പെട്ടെന്ന്, അതായത് അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന സാഹചര്യങ്ങൾ പതറിപ്പോകാതിരിക്കാനുള്ള ഒരു ആത്മധൈര്യം ഉണ്ടാക്കുക. അപ്പോൾ ഇത്തരത്തിൽ, അതായത് പെട്ടെന്നുണ്ടാകുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ അവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരാളൊന്ന് കയ്യിലേക്കൊന്ന് കയറി പിടിച്ചാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് തലമുടിയിലേക്ക് പിടിച്ച് ആക്രമിക്കാൻ വന്നാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്നൊരു മാലമോഷണ ശ്രമമോ അല്ലെങ്കിൽ ഒരു ബാഗ് തട്ടിപ്പറിക്കാനുള്ള ഒരു ശ്രമമോ ഉണ്ടായാൽ എന്ത് ചെയ്യണം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ അവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള പ്രതിരോധ മുറകൾ പരിശീലിക്കുന്നതിലൂടെ അവർക്ക് ആ ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നു. പെട്ടെന്നൊരു സാഹചര്യം ഉണ്ടായാലും അവർ പതറിപ്പോകാതെ തന്നെ ആ ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്യാൻ അവർക്ക് അതിനുള്ളൊരു പ്രാപ്തി ഉണ്ടാകുന്നു. അപ്പോൾ ഇതിന് കഴിയുന്ന രീതിയിൽ അവരെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പുതിയതായി ഓരോന്ന് പഠിക്കാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിലും ആത്മവിശ്വാസത്തിലുമാണ് ഇവിടെ പരിശീലനം നേടാനെത്തിയ സ്ത്രീകൾ. ട്രെയിനറുടെ സഹായത്തോടെ ഓരോ വിദ്യകളും ഇവർ പെട്ടെന്ന് തന്നെ പഠിച്ചെടുത്തു. ക്ലാസ് നല്ല രീതിക്ക് നമുക്ക് നല്ല ആത്മവിശ്വാസം കിട്ടി, നല്ല രീതിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ഏറ്റവും നല്ലൊരു ക്ലാസ്സാണ്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. പെപ്പർ സ്പ്രേ, സേഫ്റ്റി പിൻ എന്നീ ആയുധങ്ങൾ ഹാൻഡ് ബാഗിൽ കൊണ്ടു നടക്കുന്നതിനോടൊപ്പം തന്നെ ഈ വിദ്യകളിലൂടെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷ നേടാം. എല്ലാ ജില്ലകളിലും സ്ത്രീകൾക്കായി സെൽഫ് ഡിഫൻസ് ട്രെയിനിങ് ക്ലാസുകൾ സംഘടിപ്പിക്കാനായി ജനമൈത്രി പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഏതൊരു സ്ഥലത്തും സുരക്ഷിതരായിരിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിന് സഹായകമാണ് ഇന്നത്തെ ഈ സെൽഫ് ഡിഫൻസ് ട്രെയിനിങ്. ഇനി പ്രതീക്ഷിക്കാതെ ഒരു ആക്രമണം വന്നാൽ ഇവരാരും പതറില്ല. അതിനുള്ള പൊടിക്കൈകൾ ഇവർക്ക് ലഭിച്ചു കഴിഞ്ഞു. വീഡിയോ ജേർണലിസ്റ്റ് ബിപിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.